പാർട്ടിക്കാരെ പിടിക്കണ്ട, ആമൻ സമരമുറയ്ക്കും പോകണ്ട, ആമൻ സ്വത്ത് ഞങ്ങളിൽ ഒന്നിന് തൊട്ട് കളിച്ച പോടാ. എടാ, നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങുമെന്നായി പറഞ്ഞത്. നീ കുറുവടി എടുക്കണ്ട, കൊടുവാളും എടുക്കണ്ട, ഇടിയട്ടെ നെഞ്ചക്കും അടിവാളും ഒന്നും വേണ്ട. നീ ആത്മാവിൽ അങ്ങോട്ട് ബലപ്പെടണം. പ്രാർത്ഥനയിൽ പോരാടി ആത്മാവിൽ നൃത്തം ചെയ്യണം. നീ പ്രാർത്ഥനയിൽ പോരാടി ആത്മാവിൽ നൃത്തം ചെയ്യുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി ദൂതനെ ഇറക്കും. അവൻ നിന്നെ കുറിച്ച് നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാല് കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് ദൂതന്മാർ നിന്നെ കൈകളിൽ വഹിക്കും. യേശുവിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിന് അവൻ ആകാശത്തിൽ മഹിമയിൽ മേഘാരൂഢനായി വരും. പുരാതനായ ദൈവം നിന്റെ സങ്കേതമാ. കീഴെ ശ്വാസത ഭുജമുണ്ട് അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക. നിന്നെ ചുറ്റി പരിപാലിക്കുന്ന ദൈവമുണ്ട്, നിന്നെ പരിപാലിക്കുന്ന ദൈവമുണ്ടെന്ന്. ഞാൻ എടുത്ത വിഷയത്തിലോട്ട് വരാമെങ്കിലും ദൈവാത്മാവ് ചില മേഖലകളിൽ കൂടി പോകുന്നുണ്ട്. വചനത്തിൽ നിന്നൊരു ദൂത് പറയാം. നിങ്ങൾക്ക് അറിവുള്ള ഭാഗ്യമാ. യെരൂശലേം ദേവാലയം പണിയുവാനായിട്ട് സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ ആലയം പണിയുക. അതിനുശേഷം നെഹെമ്യാവ് വന്ന് മതിൽ പണിയണം. അപ്പോൾ ആദ്യം ആലയത്തിന്റെ പണിയാ. ആലയത്തിന്റെ പണി അങ്ങോട്ട് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അത് കോരേശിന്റെ മനസ്സിന് ദൈവം ഉണർത്തി. അവൻ തീർപ്പങ്ങോട്ട് കൽപ്പിച്ചു. യെശയ്യാ പ്രവചനം 44 അധ്യായത്തിന്റെ ഒടുവിൽ 45 ഒന്നുമൊക്കെ പഠിക്കുമ്പോൾ ആ ഭാഗം അറിയാം, വായിക്കണ്ട. കോരേശിന്റെ മനസ്സിന് ഉണർത്തി തീർപ്പ് കൽപ്പിച്ചു. അങ്ങനെ ആലയത്തിന്റെ പണി അങ്ങോട്ട് തുടങ്ങി. സെരുബ്ബാബേലിന്റെ ദൈവം അതിന് നേതൃത്വത്തിൽ കൊണ്ടുവന്നു. സഹായത്തിന് മഹാപുരോഹിതൻ യോശുവയുണ്ട്. ഇവർ ആലയം പണി അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ അത് മുടക്കി. തടസ്സങ്ങൾ വന്നു. അങ്ങനെ തടസ്സങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവര് ശക്തമായി പ്രാർത്ഥിച്ചു. ഈ സമയത്ത് ഹഗ്ഗായി പ്രവാചകനെ, സെക്കറിയ പ്രവാചകനെ ദൈവം അങ്ങോട്ട് എഴുന്നേൽപ്പിച്ചു. ഇവരെ ധൈര്യപ്പെടുത്തി. ഹഗ്ഗായി അല്പം രൂക്ഷമായിട്ടൊക്കെയാ പറഞ്ഞത്. അവൻ ദൈവാലയം ഇങ്ങനെ ശൂന്യമായി കിടക്കുമ്പോൾ നിങ്ങൾ തട്ടിട്ട വീട്ടിൽ പാർക്കുന്നത് യോഗ്യമാണോ? നിങ്ങൾ ചില ബന്ധുക്കോസുകാരുടെ ഹോളിൽ ചെന്ന് ആ ഹോളിരിക്കുന്നവന്റെ വീട് 4 കോടിയുടെ സഭാഗോളോ ഭയങ്കര ആത്മഭാരമാണ്. മിണ്ടുന്നില്ല. എടാ, ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലം ആദ്യം വൃത്തിയാക്കേ. നിന്റെ വീട് നീ വൃത്തിയാക്കുമല്ലോ, ആക്കുകയല്ലേ? മുറ്റത്ത് ടൈൽസ് ഇട്ടു, അടുക്കളയുടെ അവിടെ ടൈൽസ് ഇട്ടു, ടെറസിന്റെ മണ്ട കുന്തവിട്ടു ഇട്ടോ. ഞാനെതിരല്ല. ഞായറാഴ്ച കിതാബുമായിട്ട് അങ്ങോട്ട് ചെല്ലുമല്ലോ. സിയോൻ സഞ്ചാരി ഞാൻ, നീ ഇരുന്ന് ആരാധിക്കുന്ന സ്ഥലമോ? നിനക്ക് 5 ഏക്കർ സ്ഥലമുണ്ട് റാന്നിയിലെ. ആരാധനയ്ക്കുള്ള സ്ഥലം 5.5 സെന്റ്. അത് ജാമ്പുവാന്റെ കാലത്ത് വെച്ചൊരു ഹോള്. അതിന്റെ കടുക്കോല് 2 എണ്ണം ഇളകി. കളവനൊട്ട് സമ്മതിക്കത്തില്ല പൊളിച്ചു പണിയാൻ. അത് പറഞ്ഞ് എൻ്റെ അപ്പച്ചൻ പണിതതാ. ഇയാളെയൊക്കെ സമ്മതിക്കുകയല്ലെന്ന്. വല വീട് വലുതാക്കിയില്ലെങ്കിൽ ആദ്യം ആലയം നന്നാക്കണം. വീടും വലുതാക്കിക്കോ, ഞാൻ എതിർക്കുന്നില്ല. ദൈവത്തെ ആരാധിക്കുന്ന ഇടമല്ലേ യോഗ്യമായിട്ടിരിക്കേണ്ടത്. അത് ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ചിലക്ക് പ്രയാസം ഉണ്ടാകും. 5 ഏക്കർ സ്ഥലമുള്ളവന് സഭയ്ക്ക് കൊടുത്ത 5 സെന്റ്. എന്നിട്ട് അവനെ ശീലാന്തിയെ കയറിയിരിക്കുക, ഞാൻ സഭയ്ക്ക് സ്ഥലം കൊടുത്തതാണ്. ശങ്കാവിഷയം വരുമ്പോൾ നമ്മൾ വെപ്രാളപ്പെടുക. ഹോളിന് ചുറ്റും മനസ്സിലായില്ല. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാകും. കൊടുക്കുന്നെങ്കിൽ നന്നായിട്ട് കൊടുക്കേ, വൃത്തിയായിട്ട് കൊടുക്കുക. അങ്ങനെ കൊടുത്തവരെയൊക്കെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. അവരുടെ സന്തതിയെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. അവരെ ദൈവം മാനിച്ചിട്ടുമുണ്ട്. ദൈവമാർഗം കടക്കാരനല്ല. എബ്രായ ലേഖനത്തിലെ വാക്യം ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട, വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ നമ്മുടെ ദൈവം അനീതിയുള്ള ദൈവമല്ല. പ്രതിഫലം വിഭാഗിക്കുന്ന സമയത്ത് നിന്നെയും നിന്റെ തലമുറകളെയും ആദരിക്കുന്ന ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹഗ്ഗായി കർക്കശമായി പറഞ്ഞു, നിങ്ങൾ തട്ടട്ട വീട്ടിൽ പാർക്കുക, ദൈവാലയം ശൂന്യമായി കിടക്കുക. ഇത് ശരിയാണോ? ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഹഗ്ഗായി പറഞ്ഞു. സെക്കറിയാവിനെ ദൈവം എഴുന്നേറ്റ് ധൈര്യപ്പെടുത്തി. ഇങ്ങനെ ആലയത്തിന്റെ പണി മുടക്കി. അപ്പോൾ ഇവർക്കൊരു ചിന്ത, മതിൽ പണിതിട്ടില്ല, മതിൽ പൊളിഞ്ഞു കിടക്കുക. നെഹെമ്യാവിന്റെ പുസ്തകവും എസ്രായുടെ പുസ്തകവും പഠിക്കുമ്പോൾ മതിൽ പൊളിഞ്ഞു കിടക്കുക. മതിൽ പൊളിയാൻ പല കാര്യമുണ്ട്. മതിൽ പൊളിഞ്ഞതല്ല, പൊളിച്ചതാ, അല്ല പൊളിപ്പിച്ചതാ. ഇവനൊന്നും ശരിയാകാഞ്ഞുകൊണ്ട് ദൈവം പൊളിപ്പിച്ചതാ. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല, വിഷയമല്ല. 6 ദിവസം മുമ്പ് യേശു വീട്ടിൽ വന്നപ്പം മറിയയ്ക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. ഈ മറിയ പാറപടത്തിൽ ഇരിക്കുന്നത് ചുമ്മാ ഇരിക്കുകയല്ല, ജോലിയൊന്നും ചെയ്യാൻ കഴിയാനായിട്ടിരിക്കുകയല്ല. അങ്ങനെ ഇരിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. വീട്ടിലൊരു ജോലിയും ചെയ്യാൻ
കഴിയത്തില്ല. രാവിലെ ഒരു ബാഗുമായിട്ട് എവിടെ പോകണം? ശുശ്രൂഷയുണ്ട്. എവിടാ ഇന്ന് ശുശ്രൂഷ? രാവിലെ അങ്ങ് കുളിയും കഴിഞ്ഞിറങ്ങും. ആ കുളിക്കുമെന്നുള്ളത് ആർക്കറിയാം? ഒരു ബാഗും തൂക്കി അങ്ങ് ഇറങ്ങുക കുടുംബത്തിൽ നിന്ന്. എന്നും അങ്ങ് ശുശ്രൂഷ. അവൻ കഞ്ഞിയും വെച്ച് കൂട്ടാനും വെച്ച് കൊച്ചുങ്ങളെ മൂക്കട്ടയും പിടിഞ്ഞ് അതിന്റെ കാച്ചട്ടയും കഴുകി. ബേബിയെ ഞാൻ തുണി കഴുകിക്കൊണ്ടിരിക്കുക. എന്തി അവള്? ശുശ്രൂഷ. രാവിലെ അങ്ങ് ഇറങ്ങി ശുശ്രൂഷ. വീട്ടുജോലിയൊക്കെ നന്നായിട്ട് ചെയ്ത് വീട്ടുകാരുമെല്ലാം ക്രമീകരിച്ചു പോകുന്ന മാന്യ സഹോദരിമാരുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ജോലിയും ചെയ്യാൻ കഴിയില്ല, അതിന് രാവിലെ അങ്ങനെ ഇറങ്ങുന്നവരുമുണ്ട്. പൗലോസ് പറഞ്ഞത് വീട് തോറും മെനക്കെട്ട് നടക്കുന്ന പെണ്ണുങ്ങളെന്നാണ്. വീട് തോറും മെനക്കെട്ട് നടക്കുക. പണ്ട് AG ചൗമല പറഞ്ഞാൽ അത് സഭയല്ല, അത് നിന്റെ തവയാ. പണ്ടത്തെ പെന്തിക്കോസ് കേട്ടിട്ടുണ്ട്. നിങ്ങൾ അനുഭവസ്ഥരാ. മെഡിക്കൽ കോളേജിൽ നിന്ന് തള്ളിക്കളഞ്ഞ കേസുകൾ പെന്തിക്കോസ് ഓളി വന്ന് ആരാധനയിൽ സൗഖ്യമായി എഴുന്നേറ്റിട്ടുണ്ട്. ആശുപത്രിക്കാർ തള്ളിയ കേസ്, ഡോക്ടർമാര് രക്ഷപ്പെടത്തിരുന്ന എത്ര കേസുകൾ, എത്ര വ്യക്തികൾ ഈ തീയുടെ ആരാധനയ്ക്കകത്ത് വന്ന് വിടുതൽ പ്രാപിച്ചു. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. അതാ പെന്തിക്കോസ് ആത്മനിറവിൽ നിർത്താൻ ചെയ്ത് നീ ദൈവത്തെ ആരാധിക്കേ. രക്ഷിക്കപ്പെടണം, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം, ആത്മസ്നാനം പ്രാപിക്കണം, നീ തിരുമേശി എടുക്കണം. ചില സഭയെ മാസത്തിലൊന്ന്, ചിലടത്ത് 2 മാസം കൂടുമ്പം. അതാണോ സഭ? എടാ, കർത്താവിന്റെ പാനപാത്രവും അവിടുത്തെ തിരുരക്തവും അവിടുത്തെ തിരുശരീരം ഭുജിക്കുകയും പാനം ചെയ്യുകയും വേണം. വരുവോളം അവിടുത്തെ ഓർമ്മയ്ക്കായിട്ടാ. ചിലടത്ത് സെൻട്രൽ പാസ് വന്നാലേ അപ്പം അല്ല, മുറിക്കാൻ അറിയാൻ മേലാത്തവും മുറിക്കാതിരിക്കുന്ന നല്ലത്. പണ്ടൊരുത്തൻ അപ്പം മുറിച്ച് ചോദിച്ചു, ഇനി എന്നാ ചെയ്യണമെന്ന്. അടുത്തിരുന്ന പുള്ളി പറഞ്ഞു, തന്നെ അങ്ങ് തിന്നാൻ പറഞ്ഞു. ഒരുത്തൻ ചോദിച്ചു, സാധനം തീർന്നോ എന്ന്. ആ ബോധമില്ലാത്തവൻ മുറിക്കാതിരിക്കുന്നതാ നല്ലത്. ഇത് മുറിക്കണം, ഭുജിക്കണം, പാനം ചെയ്യണം. കൂട്ടായ്മയാ. വേർപാട് പാലിക്കണം. നീ കാണുന്നിടത്തെല്ലാം ചെന്ന് തുള്ളരുത്. ഓണക്കളിക്ക് പോകാണ്ടിരിക്കുക. സെറ്റ് സാരി എടുത്തോണ്ട് തിരുവാതിര, തായേ ദേവി ശാരദയെ ഓണക്കളിക്ക് ഇരിക്കുക. എന്റെ അടിച്ചില്ല തൈ വളക്കും പെന്തിക്കോസ്തുകാരി. ഈ ഉമ്മ കാണുന്നിടത്തെല്ലാം തുള്ളാൻ നടക്കുക. അമ്മാമ്മ പക്ഷെ തുമ്പി തുള്ളണേ. നമുക്കിവിടെ തുള്ളലുണ്ടല്ലോ, പിന്നെന്തിനാ അവിടെ പോയി തുമ്പ് പറയും എന്നാ തുമ്പി തുള്ളാത്തെ ചീ തുമ്പി. എടേ, ഇവിടെ ഉണ്ടല്ലോ തുള്ളല്. ഓണക്കളിക്ക് പെന്തിക്കോസുകാർ പോകരുത്. ഞാൻ പെന്തിക്കോസുകാരുടെ പറയുന്നേ. നീ ആഘോഷത്തിനൊന്നും പോകരുത്, മേളാങ്കിക്കാൻ പോകരുത്. എൻ്റെ അമ്മ പറയടാ, ചെണ്ടപ്പുറത്ത് കോലെടുത്തെല്ലാം പോകരുതെന്ന്. നീ വേർപാട് പഠിക്കണം. ഇത് വേർപാടിൻ്റെ ഉപദേശമാ. സകല കേസിനകത്ത് നീ ഒന്ന് തലയിടുക. ഓണക്കളിക്കും പോയി, കബഡി കളിക്കാനും പോയി, വേർപാടുമില്ല. എന്നിട്ട് ഞായറാഴ്ച 10 തള്ളിക്കൊണ്ട് വരുമ്പോലെ വരിക ഹോളിലോട്ട്. കസാര എന്തിനാടാ ഇങ്ങനെ വരുന്നേ? വേർപാട് പാലിക്കണം. ദൈവമക്കൾ വേർപാട് പാലിക്കണം. നീ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കരുത്, വെഡിങ് ആനിവേഴ്സറി ഒന്നും ആഘോഷിക്കരുത്. സപ്തതിയും ഷഷ്ടിയും 60 വെടിവതും നിന്റെ 60. ഇപ്പൊ എല്ലാവർക്കും എടാ, ഇവിടെ അല്ല പ്രതിഫലം അവിടെ. ഇവിടെ ഒരു പൊന്നാടം വേണ്ട, ഒരാടം വേണ്ട. നീ കർക്കശമായി വേർപാട് പാലിക്കേ. അവിടെ ചെല്ലുമ്പോഴാണ് നിനക്ക് പ്രതിഫലം തരുന്നത്. ദൈവത്തിന് മഹത്വം. വേർപാട് കർക്കശമായി എല്ലാത്തിൽ നിന്ന് തലയിടരുത്. ദൈവമക്കൾ വേർപാട് ആചരിക്കണം, കൂട്ടായ്മ ആചരിക്കണം. സ്തോത്രം. പ്രാർത്ഥനയിൽ പോരാടണം. ഇതാ പുതിയ നിയമത്തിന്റെ ഉപദേശം. ഈ ഉപദേശത്തിൽ നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ അവൻ കടന്നുപോയ യേശു തിരിച്ചു വരാൻ പോവാ. ആരെ ചേർക്കാൻ? തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. അതാ നമ്മുടെ പ്രത്യാശ.